നമുക്കിന്ന് ഹെൽത്തിയും ടേസ്റ്റിയും ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ? വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം ട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എടുത്തേക്കുന്നത് കടലമാവാണ്. ഇതിലേക്ക് ലേശം ഉപ്പ്, മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളക്, എരിവില്ലാത്ത മുളകാട്ടോ ചേർത്തേക്കുന്നത്, തക്കാളി, ക്യാരറ്റ്, സവാള, കുറച്ച് കരിവേപ്പില ഒന്ന് അരിഞ്ഞത്, മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തത് ഒരു ലേശം നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാവിന് നല്ല മയമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ചേർത്തത്. ഇനി നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു തവ ചൂടാക്കാൻ വെച്ച് ഞാൻ അതിലേക്ക് ലേശം നെയ്യാട്ടോ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തീയെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് തുറന്നതിന് ശേഷം ഇതൊന്ന് മറിച്ചിടാം. ഇതും 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. കാരണം നമുക്ക് നോർമൽ ദോശയെക്കാളും ഇച്ചിരി ഇങ്ങോട്ട് ടൈം എടുക്കും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. 2 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള നമ്മുടെ കടലമാവ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇനി എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ. ഈവനിങ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം. സത്യത്തിൽ ഞാൻ ബിഗ് ബോസിന്റെ ഒരു ക്ലിപ്പിംഗ് കണ്ടപ്പോഴാണ് അനുമോള് കടലമാവ് കൊണ്ടൊരു ദോശ ഉണ്ടാക്കി എന്ന് പറഞ്ഞത്. അപ്പൊ അത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഇത് ആലോചിച്ചത്. അപ്പൊ അതുവഴി തയ്യാറാക്കിയതാട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയും ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ടിനെ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.